ജെഇ അഡ്വാൻസ്, ജെഇ മെയിൻ, ബി പ്ലാനിംഗ് എന്നിങ്ങനത്തെ എല്ലാ മത്സര പരീക്ഷകളും മികവാർന്ന വിജയം നേടിയിരിക്കുന്ന ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമുക്ക് ചോദിച്ചു വെക്കാം, എന്താ നമ്മളുടെ പേര്? ലിസ അഗസ്റ്റിൻ. ലിസ അഗസ്റ്റിൻ. കഴിഞ്ഞ 2 വർഷം എവിടെയായിരുന്നു? കഴിഞ്ഞ 2 വർഷം സെന്റ് വിൻസെന്റ് സ്കൂൾ. സെന്റ് വിൻസെന്റ് സ്കൂളിലാണ്. കഴിഞ്ഞ 2 വർഷം ബ്രില്യൻറ്റിന്റെ ഒപ്പമുള്ള ജേണി എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് എല്ലാം പഠിത്തവും എല്ലാം കറക്റ്റായിട്ട് പ്ലാൻഡ് ആയിട്ട് പോകാനായിട്ടും എല്ലാം സഹായിച്ച് ബ്രില്യൻ്റ്. +1 +2 അതിൻ്റെ ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കുള്ള എൻട്രൻസ് എക്സാമും കൂടെ നോക്കിയ ഒരാളാണ് മോള്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പം ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ് ഒക്കെ ഹെൽപ്പ് ചെയ്തോ? വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സ്റ്റഡി മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് എല്ലാം റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് ഒരു ഫ്ലോ ആയിട്ട് തന്നെ പോയെല്ലാം. ഓക്കെ. ജെഇ അഡ്വാൻസിന് എത്രയായിരുന്നു റാങ്ക് ഉണ്ടായിരുന്നു? 1802. ജെഇ മെയിൻസിനോ? 2509. ഓക്കെ. ബി പ്ലാനിങ്ങിന് 55. ഓക്കെ. ബി പ്ലാനിങ്ങിന് 55 റാങ്ക് ഉള്ള ആളാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഏതാ? ബി ആർക്ക് 409. ഓക്കെ. അപ്പം 4 മത്സര പരീക്ഷകൾക്കാണ് അടിപൊളി റാങ്കുമായിട്ട് നിൽക്കുന്നത് അല്ലേ? പാരൻസിന് എന്താ പറയാൻ വേണ്ടിയിട്ടുള്ളത്? ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അവൾക്ക് ഇങ്ങനെ നല്ലൊരു അവസരം എല്ലാത്തിനും തന്നുല്ലോ ദൈവം. അപ്പോൾ 10ാം ക്ലാസ് വരെ ആൾ ട്യൂഷനൊന്നും പോയിട്ടില്ല. അപ്പോൾ ആൾക്ക് മാത്സ് ഇഷ്ടമായിരുന്നു. അപ്പോൾ കൂടുതൽ പ്ലാനിങ് ആ സമയത്ത് ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ മോള് ഇവിടെ ബ്രില്യൻറ്റിലാണ് പഠിച്ചത്. അവൾ IIT കാൺപൂരിൽ ഫിസിക്സ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത്, നിങ്ങളിങ്ങനെ എൻട്രൻസ് നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കുട്ടീനെ ബ്രില്യൻറ്റിലേക്ക് എത്തിയതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ അറിയുമ്പോഴേക്കും 3ാമത്തെ എൻട്രൻസ് ആണ് ഇവിടെ ബ്രില്യൻറ്റിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ സെന്റ് വിൻസെന്റ് ഓപ്റ്റ് ചെയ്തു. അവളെ CBSEയിലാണ് പഠിച്ചത്, ബട്ട് സെന്റ് വിൻസെന്റ് ഓപ്റ്റ് ചെയ്തു. എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. അവൾക്ക് പഠിക്കാനുള്ള ഒരു ഡിറ്റർമിൻഡ് ആയിരുന്നു ആള്. കാരണം എപ്പോൾ വീട്ടിലേക്ക് വരാൻ ചോദിച്ചാൽ ആൾ വരത്തില്ലായിരുന്നു. ആൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ക്രിസ്മസിന്, ഈസ്റ്ററിന് 2-3 ദിവസം, അതിനപ്പുറമായിട്ട് വരാറില്ല. അവൾ തന്നെ ചോദിക്കും, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കണേ, അമ്മ എന്തിനാ അങ്ങനെ പറയണേ, വരാൻ. അപ്പോൾ അമ്മ കേട്ടതല്ലേ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അഡ്വാൻസ് വരെ ആൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തു. അവിടെ ഹോസ്റ്റലിൽ സെൻറ്റ് വിൻസെൻറ്റ് സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഈവൻ ബ്രില്യൻറ്റിലായാലും ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ടായാലും ഇവിടെ പറയും ഹോസ്റ്റലിരുന്ന് പഠിക്കുമ്പോഴേ ഇടയ്ക്ക് ചിലപ്പോൾ ഉറങ്ങാൻ തോന്നും. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ബ്രില്യൻ്റെ ക്ലാസ് നടക്കുന്നിടത്ത് വന്നിട്ട് റെഫറൻസിൻ്റെ അവിടെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഒരിക്കലും അവളെ പഠിപ്പിക്കേണ്ട വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തോളൂ. അവൾക്ക് എന്താ പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇപ്പം ഇത് ചെയ്യുന്നവരില്ലേ, ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പം എൻട്രൻസ് ഫീൽഡിലുള്ള കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, എന്താ പറയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അടുത്ത്? കണ്ടിന്യൂ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ദിവസം വർക്ക് ചെയ്തിട്ട് ആ എല്ലാ ദിവസത്തെ ഹാർഡ് വർക്കാണ് പിന്നെ അവസാനത്തെ ദിവസം വരുന്നത്. അതൊക്കെ എന്താ പറയാൻ വേണ്ടിയിട്ടുള്ളത്? നല്ല ഹാർഡ് വർക്കായിരുന്നു. എനിക്കൊന്ന് 2 കൊല്ലം 10 ദിവസം 15 ദിവസം വീട്ടിൽ വന്നിട്ടുള്ളൂ. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ശരിക്കും മോള് ഭയങ്കര പ്രൗഡാണ്. നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. ബ്രില്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വി ആർ വെരി ഹാപ്പി. പിന്നെ എവിടെയാണ് അഡ്മിഷൻ കിട്ടിയത്? എവിടെയായിരുന്നു? IIT മദ്രാസ് ഇലക്ട്രിക്കൽ ബിടെക്. ഓക്കെ. ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ബ്രാഞ്ചാണോ അത്? ഞാൻ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ബ്രാഞ്ചാണ്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, പിന്നെ ഇലക്ട്രിക്കൽ എടുത്തു അല്ലേ? ഓക്കെ. അപ്പം ലൈഫ് ലോങ് മുമ്പോട്ട് ഇനിയുള്ള പരീക്ഷകളിലും ഇനിയുള്ള ലൈഫിലും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുന്ന ബ്രില്യൻ്റ്. അപ്പോൾ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.